Praise the Lord, 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 praise the Lord. ഞങ്ങൾ ഇതുമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, നല്ല സമയത്തെ ഓർത്ത പശ്ചാത്തലനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും ദൈവമേ. ഈ സമയത്തും കർത്താവേ, നിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം തമ്പുരാനെ അടിയനക്ക് നീ ബലനും ശക്തിയും ജീവനും തന്നല്ലോ, ദീർഘായുസ് തന്നല്ലോ. ഈ സമയത്തുടനെ എഴുന്നേൽപ്പിച്ച് കർത്താവെ പ്രാർത്ഥിക്കാനുള്ള ശക്തി എൻ്റെ ശരീരത്തിൽ നീ തന്നനായി സ്തോത്രം. ആ പ്രേരണ തന്നനായി സ്തോത്രം, ദൈവസ്നേഹം തന്നനായി സ്തോത്രം. കർത്താവെ മേജി ഹോസ്പിറ്റൽ വായിസ് മൂലമായി കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായിരുന്ന് കണ്ണുനീരോടെ കഷ്ടപ്പെട്ട് കതർന്ന് കർത്താവ് വേദനിക്കുന്ന കർത്താവെ സ്തോത്രം, മനപ്രയാസത്തിനാലും കഷ്ടത്തിനാലും പട്ടിണിയിനാലും പല രോഗങ്ങളിനാലും പല പ്രയാസങ്ങളിനാലും ബാധിക്കപ്പെട്ട് നെഞ്ച് തകർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളെ അത് നിലനിർത്തുവാനും പിടിച്ചെഴുന്നേൽപ്പിക്കുവാനും അവർക്ക് ധൈര്യം പറഞ്ഞു കൊടുക്കുവാനും അവരുടെ മുറിവുകളെ പൊറിപ്പിക്കുവാനും അവരുടെ കണ്ണീരെ തുടയ്ക്കുവാനും ഈ പ്രാർത്ഥന ഒരു നല്ല ഒരു ആയുധമാകെ എൻ്റെ ദൈവം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഇത് ആരുടെ എല്ലാം ഭവനങ്ങളിൽ ചെല്ലുന്നോ അവിടെ ഒരു ആശ്വാസം വേണം, ഒരു വിടുതൽ വേണം, സന്തോഷം വേണം. കർത്താവിൻ്റെ വലിയ കരത്തിൻ്റെ ആ പ്രവൃത്തി അവിടെ വെളിപ്പെടണം, നിന്റെ മഹത്വം അവിടെ വെളിപ്പെടണം, നിന്റെ ദിവ്യ ശക്തി നിന്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ പ്രാപിക്കണം. എല്ലാ മനക്ലേശങ്ങളും മനവേദനകളും മനമുറിവുകളും ഈ പ്രാർത്ഥന സമയത്ത് പൊറിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിലൊരു ധൈര്യം, ശരീരത്തിലെ ധൈര്യം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീ തരണമെന്ന് പ്രാർത്ഥിക്കുന്ന ദേശത്തിൽ എവിടെ ഇരുന്നാലും നിന്റെ മഹത്വം അവിടെ വെളിപ്പെടണം, 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 വെളിപ്പെടണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനെ താഴ്ത്തുന്നു. ഈ പ്രാർത്ഥന ദൈവം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്തോത്രം തുടർന്ന് ശക്തീകരിച്ചാട്ട് ബലപ്പെടുത്തിക്കാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പുനർനാമം മഹത്വം എടുക്കുവാനാകട്ടെ. ഇന്നോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ആശ്വാസത്തിന്റെ ദായക നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ, നിങ്ങൾ എല്ലാ വിധത്തിലും കർത്താവ് ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1140 ദിവസത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ദൈവം നമ്മൾ ഇത്രത്തോളം നടത്തി, ഇനി ദൈവം നമ്മളെ നടത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. ഫസ്റ്റിലെ ഇന്ന് കേരളത്തെ നോക്കുമ്പോൾ, ഇന്ത്യയെ നോക്കുമ്പോൾ അനേക കുഞ്ഞുങ്ങൾ, ഒരു കുടുംബം മാത്രമല്ല, ചില കുടുംബത്തിൽ മാത്രമേ മരണം ഉള്ളെങ്കിലും ടോട്ടൽ ഇന്ത്യ അല്ലെങ്കിൽ ടോട്ടൽ കേരള, ടോട്ടൽ തമിഴ്നാട് കണ്ണുനീരോട് ദുഃഖത്തോട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ദിവസങ്ങൾ. കാരണം അബുദാബി നടന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കുഞ്ഞുങ്ങൾ അറിയാത്ത നേരത്തിൽ കണ്ണുമൂടി തുറക്കുന്നതിന് മുന്നേ അവരെ നശിപ്പിക്കാൻ വന്ന തീ, ആ ദുഷ്ടന്റെ തീ ആ കുഞ്ഞുങ്ങളെല്ലാം കരിച്ച് നശിപ്പിച്ച് അവർക്കുള്ളതെല്ലാം ചുട്ടെരിച്ച് ചാമ്പലാക്കി. എന്തോ ഒരു ഭയങ്കരമാണ്, സോതോമിൽ തീ ഇറങ്ങുന്നത് പോലെ എന്തോ ഒരു ഭയങ്കരമാണ് നടന്നിരിക്കുന്നത്. ആരത് ഏറ്റെടുക്കാൻ പറ്റും? ആരെയും കൊണ്ട് അത് സഹിക്കാൻ പറ്റും? ആരെയും കൊണ്ട് അത് പൊറുക്കുവാൻ സഹിക്കും? പറ്റത്തില്ല. അത്രമാത്രം വേദനയോട് പെറ്റ അമ്മമാർ, പെറ്റ അപ്പന്മാർ, ഭാര്യമാർ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, സഭവിശ്വാസികൾ, സഹോദരങ്ങൾ, സ്നേഹിതന്മാർ എല്ലാവരും കണ്ണുനീരോടെ 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 അതേ കരഞ്ഞ് പുലമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വേള നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ബാധിച്ചവരത് കേൾക്കുന്നുണ്ടെങ്കിൽ ആ കണ്ണുനീരിന് ഇതൊരാശ്വാസമായി മാറട്ടെ, ആ മുറിവിന് ഇതൊരു തൈലമായി മാറട്ടെ. എന്നെയും കൊണ്ട് ഇതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നെയും കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യുകയാണ്. വേറെ ഒരു വിധത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാനോ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ എനിക്ക് പ്രാപ്തിയില്ലെങ്കിലും എൻ്റെ ഒരു തുള്ളി കണ്ണുനീര് ഈ ദുഃഖിതരായിരിക്കുന്ന കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ. ഈ നൊന്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആ മുറിവിലേക്ക് എൻ്റെ ഒരു തുള്ളി കണ്ണുനീരൊന്ന് വീഴട്ടെ. സകലവും നശിച്ചു തകർന്ന് തരിപ്പണമായി കൈവിരിച്ച് വയറിലും വായിലും അടിച്ചുകൊണ്ട് കരയുന്ന കുടുംബത്തിലേക്ക് ഒരു തുള്ളി കണ്ണുനീര് കടന്നു വിട്ടെന്നുള്ള പ്രാർത്ഥനയോട് താല്പര്യത്തോടെ ഈ പ്രാർത്ഥന അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആരും ദുഃഖിക്കേണ്ട. ലോകം അവസാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ അവസാനത്തിന്റെ വെളിമ്പിനാണ് നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം നമ്മളെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഇന്നും പ്രത്യാശയോടെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മളൊന്നും തകർന്നു പോകരുത്, നശിക്കരുത്. യോബ് പറഞ്ഞതുപോലെ കർത്താവ് തന്നു, കർത്താവ് എടുത്തു, അവന്റെ നാമത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വിട്ടുകൊടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ ബലപ്പെടുത്തിട്ട് ഇന്നും അങ്ങനെയുള്ള ആപത്ത് എവിടെ ഇരുന്നാലും നമുക്ക് വരാതെ ദൈവം നമ്മളെ സൂക്ഷിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ദുഃഖിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശ്വാസവാക്ക് ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ബലപ്പെടുത്തും ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ കൈവിടത്തില്ല. നമുക്ക് 1-2 വാക്യങ്ങളെ വായിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനകാരൻ 31 സങ്കീർത്തനം, അതിൻ്റെ 22-24 വാക്യമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. 22 ഇങ്ങനെ പറയുന്നു: ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്നും ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. ഇന്നിതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയാം, ഞാൻ ഇത്രയും കരഞ്ഞ് എന്തോ പ്രയോജനം, ഇത്രയും ഉപവസിച്ച് എന്തോ പ്രയോജനം, എന്തുമാത്രം മനക്കോട്ട കെട്ടിയിരുന്നതാ, എൻ്റെ എല്ലാം നശിച്ചു, എൻ്റെ എല്ലാം തരിപ്പണമായി എന്ന് ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്നും ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു. ഏത് സിറ്റുവേഷനിലും
ഏത് സിറ്റുവേഷനിലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട്. നിങ്ങൾ പേടിക്കരുത്, നിങ്ങൾ പരിഭ്രമിക്കരുത്, നിങ്ങൾ ക്ഷീണിക്കരുത്, നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങളുടെ പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥന കേൾക്കുന്ന ഒരുത്തനുണ്ട്. ഏത് സമയത്തായിക്കൊള്ളട്ടെ, ഏത് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, അവിടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് വേണം. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെടുവീൻ പറയാണ് കർത്താവ്. ദയവച്ച് ഈ പ്രാർത്ഥനകൾക്ക് നിങ്ങൾ തകർന്നു കിടക്കുകയായിരിക്കും. സകലവും തരിപ്പണമായി കാണും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ അനേകർ ഫോറിൻ കൺട്രികളിൽ കാണുമായിരിക്കും. കർത്താവിന് സ്തോത്രം. ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു മകൻ ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അവൻ വാഹനം ഓടിക്കുന്നവനാണ്. അവൻ അവിടെ ചെന്ന് ഈ റൂമിൽ താമസിക്കുന്ന ഒരു ടീം കുഞ്ഞുങ്ങളെ അവൻ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് ജോലിക്ക് വേണ്ടി കൊണ്ടുപോയി. അതുകൊണ്ട് അത്രയും പേര് രക്ഷപ്പെട്ടു. അവൻ്റെ ആ ഫോൺ കാൾ കേൾക്കുമ്പോൾ ഞങ്ങൾ ചങ്ക് പൊട്ടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. അവനോട് പോയി ഒരു കൂട്ടം പേരെ, എത്ര പേരെന്നുള്ള എനിക്ക് കണക്ക് ഓർമ്മയില്ല, ഒരു കൂട്ടം പേരെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് ജോലിക്ക് വേണ്ടി കൊണ്ടുപോയി. അവൻ്റെ പേര് വർഗീസ് കുട്ടിയാണ്. അവൻ കൊണ്ടുപോയത് കൊണ്ട് അത്രയും പേര് രക്ഷപ്പെട്ടു. ആ നേരത്ത് വന്ന് അവൻ കൂട്ടിക്കൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ അവരും നശിച്ചു പോയനുമായിരുന്നു. ദൈവം എങ്ങനെല്ലാം നമ്മളെ രക്ഷിക്കുന്നു, എങ്ങനെല്ലാം നമ്മൾ വിടിക്കുന്നു, ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി ഒന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ആരും പരിഭ്രമിക്കേണ്ട. അവസാന പീരീഡ് നമ്മൾ നിൽക്കുകയാണ്. മുന്നേ മരിക്കുന്ന ഒരു ഭാഗ്യവാന്മാരാണ്. ഇന്നും വരാൻ പോകുന്ന ഉപദ്രവങ്ങളും വരാൻ പോകുന്ന പാടുകളെല്ലാം കാണുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ അല്പസമയം തീക്കകത്ത് കരിഞ്ഞങ്ങനെ മരിച്ചെങ്കിലും നമുക്ക് വേറെ ആശ്വാസത്തിന് വേറെ വാക്കൊന്നുമില്ല. ദൈവം തമ്പുരാൻ നിശ്ചയം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് അപേക്ഷയുടെ പറയുന്നുണ്ടോ. ഞാൻ എൻ്റെ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു. 24-ാം വാക്യം പറയുന്നത്, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെടുവീൻ. ഇതല്ലാതെ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒന്നും തരാൻ എൻ്റെ ഇല്ല. ധൈര്യപ്പെടുവീൻ. എതേക്കുറിച്ചും പരിഭ്രമിക്കരുത്, കലങ്ങരുത്. ദൈവം എത്രത്തോളം നിങ്ങൾക്ക് തന്നു, അനുഭവിച്ചു, രുചിച്ചു. ഇപ്പൊ ദൈവം എടുത്തു. നമ്മൾ എന്തെന്ന് ചോദിക്കാൻ നമുക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് യഹോവയിൽ ആ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെടുവീൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഇതെല്ലാം കണ്ട് പതറരുത്. ദൈവത്തെ വിടരുത്, വിശ്വാസത്തെ വിടരുത്. ഇന്നും ഫോറിൻ കണ്ടിൽ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളിത് കേൾക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ വിടരുത്. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെടുവീൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. എന്തുമാത്രം കുഞ്ഞുങ്ങൾ പൊള്ളലേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അവർക്ക് ആർക്കും ജീവഹാനി വരാതെ, ഒരു ആപത്ത് വരാതെ ഇവരെ കാത്തു സൂക്ഷിക്കട്ടെ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുനീരോട് മരണത്തിന് നിമിത്തമായി ദുഃഖത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവം ആശ്വാസം കൊടുക്കട്ടെ. ആ ബോഡിയെല്ലാം നേരത്തോടെ ഒന്ന് ചേരട്ടെ. ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ. ഇന്നും ഒരു വിപത്ത് നമുക്ക് എവിടെയും ഇങ്ങനെ വരാതെ ദൈവം കാത്തു സൂക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആയതുകൊണ്ട് ഈ വാക്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക. 23-ാം വാക്യം, യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പീൻ. ഏത് ഉപദ്രവം വന്നാലും ദൈവ സ്നേഹത്തിൽ നിന്നും നിങ്ങൾ പുറമോട്ട് പോകരുത്. ഇന്നും അധികമായി യേശുവിനെ നിങ്ങൾ സ്നേഹിക്കണം. ഇന്നും ദൈവത്തെ സ്നേഹിക്കണം. ആമീൻ. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പീൻ. യഹോവ വിശുദ്ധന്മാരെ കാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാരെ കാക്കുന്നു. അഹങ്കാരം പ്രവർത്തിക്കുന്ന ധാരാളം പകരം ദൈവം തമ്പുരാൻ കൊടുക്കുന്നു. ഒരുത്തരും അഹങ്കരിക്കരുത്, ഒരുത്തരും നെകളിക്കരുത്. ഫോറിൻ കൺട്രിയിലോട്ട് കുഞ്ഞുങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഭവനത്തിലിരിക്കുന്നവർ നെകളിക്കരുത്, ഭവനത്തിലിരിക്കുന്ന അഹങ്കരിക്കരുത്. ദൈവത്തിന് സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ മുട്ടുമടക്കണം, അവർക്ക് വേണ്ടി കരയണം. എന്തുമാത്രം ത്യാഗമാണ് ആ ഫോറിൻ കൺട്രി അവർ അനുഭവിക്കുന്നത്. എന്തോ ഒരു ചൂടേറിയ അനുഭവം. ദൈവത്തിന് സ്തോത്രം. സഹിക്കുവാൻ വയ്യാത്ത നിലയിൽ തന്റെ ജീവനെ കൊടുത്തുകൊണ്ടാണ് അവരുടെ ജോലി ചെയ്ത് 10 രൂപ എടുത്ത് നമ്മുടെ വീട്ടിലോട്ട് അയക്കുന്നത്. ആ ദൈവഭയം എല്ലാവർക്കും വേണം. ആ ദൈവ സ്നേഹം എല്ലാവർക്കും വേണം. നമ്മൾ ഒന്നുകൊണ്ട് നെകളിക്കണ്ട, അഹങ്കരിക്കണ്ട, ഒന്നിന് നിങ്ങളൊന്നും പ്ലാനും ഇടണ്ട. എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. കർത്താവ് കാക്കട്ടെ, കർത്താവ് സൂക്ഷിക്കട്ടെ, കർത്താവ് വഴി നടത്തട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന നല്ല പിതാവേ, ഈ നല്ല സമയത്തെ ഓർത്ത പശ്ചാത്തലത്തിന് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലും നെടുവീർപ്പിലും കണ്ണുനീരിലും കർത്താവെ മുറിവേറ്റ് കിടക്കുന്ന അനേക കുഞ്ഞുങ്ങൾ കേരളത്തിന്റെ വെളിയിലും ഉണ്ട്. കർത്താവെ, അവരെല്ലാം ഓർത്തിന്റെ കരുസന്നതകൾ പ്രാർത്ഥിക്കുകയാണ്. ഇതല്ലാതെ ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. കർത്താവ്, ഒരു തുള്ളി കണ്ണുനീര് കൊടുക്കാനല്ലാതെ ഞങ്ങളുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. പച്ച, അവരെ നീ ആശ്വസിപ്പിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ, അവരുടെ മുറിവുകളെ പൊറിപ്പിക്കണമേ, അത്ഭുതത്തിന്റെ കരമൊന്ന് നീട്ടണമേ. കർത്താവേ, കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന കുഞ്ഞുങ്ങൾ, ആ ബോഡി എപ്പോൾ വരും, കുടുംബത്തിന്റെ സ്ഥിതി എന്താണ്, അത് ഏത് രീതിയിലാണ് വരുന്നത്, അത് അവരുടെ കുഞ്ഞുങ്ങൾ തന്നെയാണോ, അവരുടെ ആൾക്കാർ തന്നെയാണോ, ഒന്നും അറിയത്തില്ല. അങ്ങനെ കരിഞ്ഞു കിടക്കുന്ന മുഖമറിയാത്ത കുഞ്ഞുങ്ങൾ, രൂപമറിയാത്ത കുഞ്ഞുങ്ങൾ, ദൈവമേ സ്തോത്രം, ഒരു ഭവനത്തിലേക്ക് വരുമ്പോൾ അവരത് എങ്ങനെ ഏറ്റെടുത്തുകൊള്ളും, എങ്ങനെ സഹിക്കും? അവർക്ക് നീ ആശ്വാസം കൊടുക്കണം, ബലം കൊടുക്കണം. ഇന്നും ഫോറിൻ കണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നീ ആശ്വസിപ്പിക്കണം. അവിടെ മുറിവേറ്റ് കിടക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നീ ആശ്വസിപ്പിച്ച് വിടുതലേക്ക് കൊടുക്കണം. ദൈവത്തിന്റെ പൊന്നുനാമയുടെ മഹത്വം എടുക്കണം. കർത്താവ്, എന്തെന്ന കൺട്രിയിലെ കുഞ്ഞുങ്ങൾ ജോലിക്ക് പോയിരിക്കുന്നു, അവിടെ നിന്ന് കാവലും സൂക്ഷിപ്പിരിക്കണം പ്രാർത്ഥിക്കുകയാണ്. ഇന്ത്യയുടെ ഏത് ഭാഗത്തിരുന്നാലും കർത്താവെ, കേരളത്തിന്റെ ഏത് ഭാഗത്ത് നീ കാത്തു സൂക്ഷിക്കണമേ. ഒരുത്തർക്ക് ഒരു അനർത്ഥങ്ങളോ ആപത്തുകളോ ഒന്നും വരുവാൻ എന്റെ ദൈവം സമ്മതിക്കരുതെന്ന് അപ്പച്ചന്റെ നാമത്തെ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും നിന്റെ ആശ്വാസ കരങ്ങളിലേക്ക് ഞാൻ കൊണ്ടുതരുന്ന പച്ച, ആശ്വസിപ്പിക്കാൻ ഈ ലോകത്തിൽ വരെ ആരുമില്ല.
ഞങ്ങളുടെ കണ്ണുനീരെ തുടയ്ക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. ഞങ്ങളുടെ മുറിവുകളെ പൊറിപ്പിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. പച്ച കണ്ണുനീരോട് നെടുവീർപ്പിടുന്ന കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ കർത്താവിന്റെ ആശ്വാസകരം ഒന്ന് നീട്ടണമേ, ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് ദൈവനാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവമേ, നിന്റെ വലിയ കരം വലിയതവിടെ പ്രവർത്തിക്കട്ടെ, വലിയതവിടെ പ്രവർത്തിക്കട്ടെ, വലിയതവിടെ പ്രവർത്തിക്കട്ടെ. ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ കരം ഓരോരുത്തരുടെ മേലും ഒന്ന് നീട്ടണമേ. നിന്റെ ആശ്വാസം പകരണമേ, സമാധാനം കൊടുക്കണമേ, സന്തോഷത്തെ കൊടുക്കണമേ. നൊന്ത് മുറിഞ്ഞു കിടക്കുന്ന കുഞ്ഞുങ്ങൾ, തകർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങൾ, തരിപ്പണമായി കിടക്കുന്ന കുഞ്ഞുങ്ങൾ ഈ വാക്യം പറയുമ്പോൾ ഞാൻ എൻ്റെ ദൃഷ്ടി നിന്റെ ദൃഷ്ടിയിൽ നിന്നും ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു. കർത്താവേ, കരയുന്നവരുടെ കരച്ചിലൊന്ന് കേൾക്കണമേ, അവിടെ യാചന ഒന്ന് കേൾക്കണമേ, അവിടെ പ്രാർത്ഥനാ വിഷയത്തെ ഒന്ന് കർത്താവ് കേൾക്കണമേ. അത്ഭുതങ്ങൾ നീ പ്രവർത്തിക്കണമേ. ഇവിടെ പറയുമ്പോൾ യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെടുവീൻ. കുഞ്ഞുങ്ങൾക്ക് ധൈര്യം കൊടുക്കണമേ. നിങ്ങളുടെ ഹൃദയത്തെ ഉറച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ. ഒരു ഹൃദയവും പതറിപ്പോകരുതേ, ചിതറിപ്പോകരുതേ, ദൈവത്തെ തള്ളിക്കളയരുതേ, ദൈവത്തെ ദൂഷിക്കരുതേ. എല്ലാ ഹൃദയങ്ങളെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തണമെന്ന് അപ്പച്ചന്റെ നാമത്തെ പ്രാർത്ഥിക്കുക. ഒരുത്തരെയും കൈവിടരുതേ, ഒരുത്തരെ ഉപേക്ഷിക്കരുതേ, ഒരുത്തരെയും മറക്കരുത് അപ്പച്ച, ഒരുത്തരെയും തള്ളിക്കളയരുത് അപ്പച്ച. എല്ലാവരോടും കൂടെ നീ ഇരിക്കണമേ, എല്ലാവരും നീ ആശ്വസിപ്പിക്കണമേ, എല്ലാവരും നീ ബലപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, കേരളത്തിന്റെ ഭാഗത്തിലും ഇന്ത്യയുടെ ഭാഗത്തിലും ഫോറിൻ കൺട്രികളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവേ സെപ്പറേറ്റായി എൻ്റെ ദൈവത്തിന്റെ ആശ്വാസകരം നീട്ടി ഒന്ന് ആശ്വസിപ്പിക്കണം, ബലപ്പെടുത്തണം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നൊരു സൈഡിൽ രോഗികളായിട്ട് അനേകരുണ്ട് കർത്താവേ, പട്ടിണി കിടക്കുന്നവരുണ്ട് കർത്താവേ, കടബാധ്യതയുള്ളവരുണ്ട് കർത്താവേ, നിത്യപ്രതിയില്ലാത്തവരുണ്ട് കർത്താവേ. എന്ത് ചെയ്യണം? കുടുംബത്തോട് ആത്മഹത്യത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരുണ്ട് കർത്താവേ. അവരെല്ലാം ദൈവം വിടുവിക്കണമേ, രക്ഷിക്കണമേ. ഓ, തേടിയും ഒരു വഴിയും തുറക്കുന്നില്ല. എന്തോരം കഷ്ടപ്പെട്ട്, എന്തോരം തട്ടി, എന്തോരം മുട്ടിയും ഒരു കഥവും തുറക്കാമേ. എല്ലാ കഥകളും അടഞ്ഞു കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ദൈവമേ. നാളെ എന്ത് ചെയ്യണം, എങ്ങോട്ട് വന്ന് വഴിയറിയാതെ അന്തം തിരിയാതെ കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അവരെല്ലാം നീ ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ. ഡോക്ടർമാർ കൈവിട്ടവരുണ്ട് കർത്താവേ, മരണത്തിന്റെ ഡേറ്റ് കുറിച്ചവരുണ്ട് ദൈവമേ. മരണത്തെ നിമിത്തമായി ബോഡി വെച്ചുകൊണ്ട് കരയുന്നവരുണ്ട് വെച്ച, സമീപത്തിൽ മരിച്ച് മാതാവ്, പിതാവ്, സഹോദരങ്ങൾ മരിച്ച ആ ദുഃഖത്തിലുള്ളവരുണ്ട് കർത്താവേ. എല്ലാവർക്കും ഒരു ആശ്വാസമായി പ്രാർത്ഥന പോയി ചേരട്ടെ വെച്ച. പട്ടിണി കിടക്കുന്നവരുണ്ട് വെച്ച, ദൈവമേ, ജീവിക്കാൻ ഒരു മാർഗമില്ലാത്തവരുണ്ട് വെച്ച, അവരെല്ലാം നിന്ന് കണ്ണിന്റെ മണി പോലെ ഒന്ന് സൂക്ഷിക്കണമേ, അത്ഭുതം പ്രവർത്തിക്കണമേ. അവിടെ യാചന കേൾക്കണമേ, അവിടെ പ്രാർത്ഥനയ്ക്ക് നീ മറുപടി കൊടുക്കണമേ. അവിടെ കണ്ണുനീരിന് മറുകടന്ന് പോകരുതെന്ന് പ്രാർത്ഥിക്കുക. ആരെങ്കിലും ദുഷ്ടന്റെ കർത്താവേ അടിപ്പണിയിൽ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ദുഷ്ടന്മാര് കുഞ്ഞുങ്ങളെ ആരെങ്കിലും കർത്താവ് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അറസ്റ്റിൽ നിന്നും, അവന്റെ കർത്താവെ കട്ടിൽ നിന്നും ബന്ധനയിൽ നിന്നും എന്റെ കുഞ്ഞുങ്ങളെ വിടുതലയാക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദുഃഖിതരായിരിക്കുന്ന ഓരോരുത്തരെ ആശ്വസിപ്പിച്ചാട്ട് ബലപ്പെടുത്തിക്കാണ്. എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം, എല്ലാ ദൈവസഭകൾക്കായി സ്തോത്രം, എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, വയസ്സേന്ന അപ്പച്ചന്മാർ അമ്മച്ചിമാർക്കായി സ്തോത്രം, എല്ലാ ആൺമക്കൾ പെൺമക്കൾക്കായി കൊച്ചുമക്കൾക്കായി സ്തോത്രം, എല്ലാ ബന്ധുമിത്രാദികൾ സഹോദരങ്ങൾക്കായി സ്തോത്രം, എല്ലാ സ്നേഹിതന്മാർക്കായി സ്തോത്രം. ഞങ്ങളുടെ MAG ഹോസ്പിറ്റൽ വായിസിലിരിക്കുന്ന എല്ലാ കുടുംബത്തിന് കുഞ്ഞുങ്ങൾക്കായി നന്ദിയോട് തന്നെ വാഴ്ത്തുന്ന സ്തുതിക്കുന്ന കർത്താവേ. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സഹായിക്കുന്നവർ പല രീതിയിലുണ്ട് കർത്താവ്. എല്ലാവരും തന്നെ തൃക്കരങ്ങളെ ഇങ്ങനെ ഏൽപ്പിക്കുകയാണ്. നന്ദിയുള്ള കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ട് വെച്ച, സാക്ഷ്യം അയക്കുന്നവരുണ്ട്, പ്രാർത്ഥന വിഷയം അയക്കുന്നവരുണ്ട്, കണ്ണുനീരോട് പ്രാർത്ഥനയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അനേക കാലങ്ങളായി പ്രാർത്ഥിച്ച് മറുപടി ലഭിക്കാതിരുന്നും ഈ പ്രാർത്ഥന തള്ളിക്കളയാതെ ഒരു നാൾ വരും, എനിക്കൊരു വിടുതൽ ലഭിക്കും, എന്റെ ദൈവം എനിക്കൊരു അത്ഭുതം പ്രവർത്തിക്കുന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരും ഇതിനകത്തുണ്ട് കർത്താവേ. എത്രയോ പേര് നന്മ ലഭിച്ച് നന്ദിയില്ലാതെ മാറിപ്പോകുമ്പോൾ എത്രയോ പേര് നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വെച്ച, കിട്ടിയാലും കിട്ടിയില്ലേലും ദൈവത്തെ വിടത്തിൽ, ഈ പ്രാർത്ഥന വിടത്തില്ലെന്ന് പറഞ്ഞ് ഇത് പിടിച്ചു നിൽക്കുന്നവർ ഒത്തിരി പേരുണ്ട് വെച്ച. അവരെല്ലാം നീ ലജ്ജിപ്പിക്കരുതേ, കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ. കർത്താവിന്റെ മഹത്വമേറിയ കരത്തിന്റെ ക്രിയകൾ കുഞ്ഞുങ്ങൾ അനുഭവിക്കുവാൻ, രുചിക്കുവാൻ എന്റെ ദൈവം സഹായിക്കണമെന്ന് അപ്പച്ചന്റെ നാമത്തെ പ്രാർത്ഥിക്കുക. ഓ, ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് വീര്യം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ദേശമെമ്പാടും ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ നിന്റെ കരുണയുള്ള കരം നീട്ടുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ മഹത്വം, യഹോവയിൽ പ്രത്യാശ ഉള്ള ഏവരുമേ ധൈര്യപ്പെടുവീൻ. നിന്റെ കുഞ്ഞുങ്ങൾ ധൈര്യപ്പെടുവാൻ, കർത്താവ് എതയും താങ്ങുവാനും സഹിക്കുവാനുമുള്ള ആ കൃപ നിന്റെ കുഞ്ഞുങ്ങൾക്ക് തരണമേ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെന്ന് പറഞ്ഞല്ലോ. ഒരു ഹൃദയം പതറിപ്പോകരുതേ, ഇളകിപ്പോകരുതേ, മുറിഞ്ഞു പോകരുതേ, തകർന്നു പോകരുതേ പച്ച. എല്ലാ ഹൃദയങ്ങളും ദൈവകൃപയിൽ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് സ്ഥിരപ്പെടുത്തണം, ധൈര്യപ്പെടുത്തണം ഞാൻ പ്രാർത്ഥിക്കുക. എന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ഒരുത്തരും ഉപേക്ഷിക്കപ്പെടുവാൻ, കൈവിടുവാൻ ദൈവം സമ്മതിക്കരുത്. നിന്റെ മഹത്വം, നിന്റെ ശക്തി, നിന്റെ കൃപ, നിന്റെ വലിയേറപ്പെട്ട കരം നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായി നീട്ടണം. ഓരോരുത്തരെയും കൈപിടിച്ച് നീ കാത്തു സൂക്ഷിക്കണം. നിന്റെ കരങ്ങളിലേക്ക് മുറ്റുമായി ഞാൻ സമർപ്പിക്കുകയാണ്. ഒരുത്തരെ ഉപേക്ഷിക്കരുത്, ഒരു കുടുംബത്തെ ഉപേക്ഷിക്കരുത്. നിന്റെ മഹത്വമേറിയ വലിയ കരം അത്ഭുതം പ്രവർത്തിക്കണം, അത്ഭുതം നടക്കണം. കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കണം, വിശ്വസിക്കണം, വിടുതൽ പ്രാപിക്കുവാൻ, ധൈര്യം പ്രാപിക്കുവാൻ സഹായിച്ചാട്ട് അടിയനെ താഴ്ത്തുന്നു. കർത്താവ് പ്രാർത്ഥനയായി സ്തോത്രം. സകല മഹത്വവും തിരുമേനിക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ.
ആമേൻ ആമേൻ. ഇത് ഏറ്റെടുക്കുക, വിശ്വസിക്കുക, ഈ വചനങ്ങളെ വായിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിശ്ചയം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.